എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരുവീടിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കാര്യം അറിയാതെ പോകരുത്. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ FIUGP അല്ല, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വിളിക്കുക. FIUGPയുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ നോട്ടിഫിക്കേഷൻ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്നാൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. രജിസ്ട്രേഷൻ ആരംഭിച്ചും കഴിഞ്ഞു. ഈ കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് തന്നെ കാണുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം രണ്ടാം സെമസ്റ്ററിൽ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇത് വലിയ തരത്തിലുള്ളൊരു ഉപകാരമാകും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ ചാനലിനെക്കുറിച്ച് അറിവുമില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കോളേജിൻ്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടാൽ അത് വലിയ ഉപകാരമായിരിക്കും. നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലേക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോയത് ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. 2019 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. 2019 2023 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ എന്ന് വരെയാണെന്ന് നോക്കാം. മാർച്ച് മാസം 3-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പിഴയില്ലാതെ രജിസ്റ്റർ ചെയ്യാം. മാർച്ച് മാസം 6-ാം തീയതി വരെ 190 രൂപ ഫൈനോട് കൂടിയും രജിസ്റ്റർ ചെയ്യാം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം, മാർച്ച് മാസം 3-ാം തീയതി വരെ പിഴയില്ലാതെയും മാർച്ച് മാസം 6-ാം തീയതി വരെ 190 രൂപ പിഴയോട് കൂടിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മാർച്ച് മാസം 3-ാം തീയതി വരെ പിഴയില്ലാതെയും മാർച്ച് മാസം 6-ാം തീയതി വരെ 190 രൂപ ഫൈനോടും കൂടിയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. മാർച്ച് മാസം 3-ാം തീയതി വരെ പിഴയില്ലാതെ മാർച്ച് മാസം 6-ാം തീയതി വരെ 190 രൂപ പിഴയോടും കൂടി രജിസ്റ്റർ ചെയ്യാം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. രജിസ്റ്റർ ചെയ്യുന്നത് ഇതിനെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിലോ ക്രോമിലോ ഓപ്പൺ ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സാം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2019-2023 അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ വീണ്ടും തുറന്നു വരുന്ന പേജിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി നിങ്ങൾക്ക് എക്സാമിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയായിട്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയായാലും വിദ്യാർത്ഥികൾ ഗൂഗിളോ ക്രോമോ ഓപ്പൺ ചെയ്തിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് CUCSS സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഏപ്രിൽ 2025 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്കാണ് സാധിക്കുക. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്തായാലും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. എക്സാമിൻ്റെ രജിസ്ട്രേഷൻ FIUGPയുടെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് ആരംഭിച്ചിട്ടുള്ളത്. മാർച്ച് മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് പിഴയില്ലാതെ മാർച്ച് 3-ാം തീയതി വരെ പിഴയില്ലാതെയും മാർച്ച് 6-ാം തീയതി വരെ 190 രൂപ ഫൈനോട് കൂടി മാർച്ച് മാസം 3-ാം തീയതി വരെ പിഴയില്ലാതെയും മാർച്ച് മാസം 6-ാം തീയതി വരെ നിങ്ങൾക്ക് 190 രൂപ ഫൈനോടും കൂടിയിട്ടാണ് സർവകലാശാല വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ കമൻറ്റും കൂടി ചെയ്യാം. നമ്മളത് മറുപടി തരാൻ ശ്രമിക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെയാണ് പറയുന്നതെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു രജിസ്ട്രേഷനാണ് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലേക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ കോളേജ് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ അത്ര വലിയ ഉപകാരമായിരിക്കും. കാരണം എന്തായാലും നിങ്ങളിപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ അധ്യാപകരൊന്നും വഴക്ക് പറയുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ കോളേജ് ഗ്രൂപ്പിലേക്കൊക്കെ മെയിൻ അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ ഞാൻ മെയിൻ അറിയിപ്പുകളും കാര്യങ്ങളും ഞാൻ കോളേജ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്.
അവർ നമ്മളെ ഒന്നും പറയാറൊന്നുമില്ല. അപ്പം നിങ്ങൾക്കും അറ്റ്ലീസ്റ്റ് കോളേജ് ഗ്രൂപ്പിൽ ഇടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീം, ദ ഫൗണ്ടർ ഓഫ് കരീം ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.